ഈ കഴിഞ്ഞയിടെ തെരഞ്ഞെടുപ്പുകൾ നടന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്, ഒന്ന് ജാർഖണ്ഡും ഒന്ന് അതുപോലെ തന്നെ മഹാരാഷ്ട്രയും. അപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഒരു സാധാരണ സംസ്ഥാനമല്ല. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ്. 48 ലോക്സഭാ സീറ്റുകളുണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അവിടുത്തെ മഹാവികാസ് അഘാടി, അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് അവിടെ വലിയ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞു. 31 സീറ്റുകളാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. കോൺഗ്രസിന് മാത്രമായി 13 സീറ്റുകൾ കിട്ടി. കൂടാതെ അവിടുത്തെ കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 9 സീറ്റുകൾ കിട്ടി. അങ്ങനെ വലിയ തോതിലുള്ള ഒരു വിജയം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിജയം തന്നെ മഹാരാഷ്ട്രയിൽ ഉണ്ടാകും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് നേരെ തിരിച്ചായിട്ടുള്ള ഒരു റിസൾട്ടാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു 0.3% വ്യത്യാസം മാത്രമേ വോട്ട് ഷെയറിലുള്ളൂ. അതുകൊണ്ട് ഇതെങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ചില വലിയ സ്കീമുകൾ, 2.5 കോടിയോളം സ്ത്രീകൾക്ക് മാസം 1500 രൂപ വീതം കൊടുക്കുന്ന സ്കീമുകളൊക്കെ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് 288 സീറ്റിൽ 234 സീറ്റുകളും മഹായുതി സഖ്യത്തിനാണ് കിട്ടിയത്. മഹായുതി സഖ്യം എന്ന് പറയുന്നത് അതിലേറ്റവും പ്രബലമായിട്ടുള്ള കക്ഷികളെന്ന് പറയുന്നത് BJP ആണ് ഒന്നാമത്തെ കക്ഷി. രണ്ടാമത്തേത് ഷിൻഡെ വിഭാഗത്തിലുള്ള ശിവസേനയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ശിവസേന അവരാണ്, ചിഹ്നമൊക്കെ കിട്ടിയേക്കുന്നത് അവർക്കാണ്. മൂന്നാമത്തേത് നമുക്കറിയാം അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP ആണ്, അതായത് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ വിട്ടുപോന്നിട്ടുള്ള NCP ആണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി 234 സീറ്റുകൾ കിട്ടി. പക്ഷേ 234 സീറ്റുകൾ, അതായത് 5-ൽ 4 ഭൂരിപക്ഷം, മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയിട്ടും അവിടെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ദേവേന്ദ്ര ഫഡ്നാവിസിനെ നിയമിക്കാൻ വേണ്ടി 11 ദിവസത്തെ സമയമെടുത്തു BJPയും കക്ഷികളും. പക്ഷേ അതേസമയം തന്നെ ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. സംസ്ഥാനത്ത് നമുക്കറിയാം, ഏതാണ്ട് 3 ദിവസം കൊണ്ട് തന്നെ അവിടെ ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. അപ്പോൾ ഇത്തരത്തിലൊരു വൈകലുണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് മറ്റുള്ള ആളുകളെ, അതായത് തനിക്ക് മുകളിലുണ്ടായിരുന്ന ഒരു 3-4ഓളം വരുന്ന നേതാക്കന്മാരെ എങ്ങനെയാണ് പതുക്കെ ഇല്ലായ്മ ചെയ്തത്, എങ്ങനെയാണ് അവർ രാഷ്ട്രീയത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ BJPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിനോദ് താവഡെക്കെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണത്തെക്കുറിച്ച് കൂടി ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് പണം കൊടുക്കാൻ വേണ്ടി നേരിട്ട് ചെന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലും BJPക്കുള്ളിൽ നിന്ന് ചോർന്ന് കിട്ടിയതാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തവണ ദേവേന്ദ്ര ഫഡ്നാവിസിനെ തെരഞ്ഞെടുക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. കാരണം കേന്ദ്ര നേതൃത്വത്തിനടക്കം അത്രമാത്രം വലിയൊരു താല്പര്യം പലപ്പോഴും അമിത്ഷാക്കോ അല്ലെങ്കിൽ മറ്റാളുകൾക്കൊന്നും ദേവേന്ദ്ര ഫഡ്നാവിസിനോട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ദേവേന്ദ്ര ഫഡ്നാവിസിനുള്ള ഏറ്റവും വലിയ ഗുണം, അദ്ദേഹം നാഗ്പൂരിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന് നാഗ്പൂരുമായി വലിയ ബന്ധമുണ്ട്, RSSുമായിട്ടൊക്കെ തന്നെ വലിയ ബന്ധമുണ്ട്. വേണമെങ്കിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയരാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ്. അതിനുള്ള കളികളും അഭ്യാസങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് അംബാനിയും അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറും പിന്നെ ഷാരൂഖ് ഖാനും അടക്കമുള്ള നിരവധി താരങ്ങൾ എല്ലാവരും തന്നെ എത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള താരങ്ങളും വലിയ ബിസിനസ്സുകാരുടെയും ഒക്കെ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കളികളിലൊക്കെ കൊണ്ട് തന്നെ വളരെ കൃത്യമായി ദേവേന്ദ്ര ഫഡ്നാവിസ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. കഴിഞ്ഞ തവണ തന്നെ എത്തേണ്ടതാണ്. കഴിഞ്ഞ തവണ വലിയ തോതിൽ സീറ്റുകൾ BJPക്ക് ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാവുകയും ഏക്നാഥ് ഷിൻഡെ, അവരുടെ ഏതാണ്ട് പകുതിയോളം വരുന്ന സീറ്റുകളല്ല, ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇനി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഒന്ന്, ഇപ്പോൾ ഈ മഹായുതി സഖ്യത്തിനകത്ത് തന്നെ വലിയ പടലപ്പടക്കമുണ്ടായിരുന്നു. കൂടാതെ BJPക്കകത്തും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് രണ്ടും കൊണ്ടാണ് ഇത് വൈകിയത്. മഹായുതി സഖ്യത്തിൽ തന്നെ ആഭ്യന്തരവും അതുപോലെ തന്നെ നഗരാസൂത്രണവും പോലെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറ കിട്ടുന്ന വകുപ്പുകൾ, അത് കൈക്കൂലി കിട്ടുന്ന വകുപ്പുകളാണ്. ആ വകുപ്പുകളൊക്കെ ഷിൻഡേക്ക് വേണമെന്ന് ഷിൻഡെ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഷിൻഡെ മുഖ്യമന്ത്രിയാകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടു, പിന്നീട് ആഭ്യന്തരമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടു, പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ നഗരപാലനത്തിൻ്റെ മന്ത്രിയാകണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ ഇത്തരം ആവശ്യങ്ങളൊക്കെ നിരാകരിച്ചുകൊണ്ട് സാധാരണ വകുപ്പുകൾ കൊടുത്തുകൊണ്ടാണ്, ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ടാണ് അജിത് പവാറിനെയും ഏക്നാഥ് ഷിൻഡെയും ഒക്കെ BJP തൽക്കാലം ഒതുക്കിയേക്കുന്നത്. 132 സീറ്റുകളിലാണ് BJP വിജയിച്ചത്. BJPയുടെ മിന്നുന്ന പ്രകടനമാണ്. കാരണം ഇതിനു മുമ്പ് BJPക്ക് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത് 122 സീറ്റുകളാണ്. ഇത്തവണ 148 സീറ്റുകളിൽ മത്സരിച്ച BJP 132 സീറ്റുകൾ വിജയിച്ചു. 16 സീറ്റുകൾ മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, BJP അവിടെ ആദ്യം ഒരു ജൂനിയർ പാർട്ണറായി
ശിവസേനയോടൊപ്പം നിന്നതാണ്. ഇപ്പോൾ ശിവസേനയെ തകർത്തുകൊണ്ടും വിഭജിച്ചുകൊണ്ടും ശിവസേന ഇല്ലാതാക്കിക്കൊണ്ടും BJP ഏതാണ്ട് 132 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് ശിവസേനകൾ എല്ലാം തന്നെ മഹാരാഷ്ട്രയിൽ ഒരു ചരിത്രമായി മാറാനുള്ള സാധ്യതയാണ്, ഇല്ലാതായി മാറാനുള്ള സാധ്യതയാണ്. ഇനി ഇല്ലാതായി മാറിയില്ലെങ്കിലും ഏതെങ്കിലും ചില പോക്കറ്റുകളിൽ മാത്രമായി ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒതുങ്ങിപ്പോകും എന്നുള്ളതാണ്. അത് ശരത് പവാറിൻ്റെ NCP അടക്കം അജിത് പവാറിൻ്റെ പാർട്ടികളടക്കം ഒതുങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, MNS എന്ന് പറയുന്ന നവനിർമ്മാൺ സേന എന്ന് പറയുന്ന രാജ് താക്കറെയുടെ സേനയുണ്ട്. അവർക്ക് വലിയ തോതിലുള്ള മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ശിവസേനയുണ്ട്, ഉദ്ധവ് താക്കറയുടെ UBT വിഭാഗത്തിന് ഉദ്ധവ് താക്കറയുടെ ശിവസേനയുണ്ട്. അവർക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയിട്ടുള്ളത് 20 സീറ്റുകളാണ്. അപ്പോൾ പിന്നെ കൂടാതെ ഉള്ളത് ഷിൻഡെ വിഭാഗത്തിൻ്റെ ശിവസേനയാണ്. ഈ ഷിൻഡെ വിഭാഗത്തിൻ്റെ ശിവസേന അടക്കം അല്ലെങ്കിൽ അജിത് പവാറിൻ്റെ NCP അടക്കമുള്ള പാർട്ടികൾക്കൊരു വലിയ ഗുണമുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലായതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും പിളരാം. അത് ഗുണമുള്ളത് BJPക്കാണ്. BJPയോട് ഇനി ഏതെങ്കിലും ഒരു ഡിഫക്ഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ സഖ്യത്തിൽ നിന്ന് മറ്റൊരു സഖ്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഒരു കൂറുമാറ്റം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്നുള്ള പകുതി ആളുകളെ വിഭജിക്കാൻ BJP തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് 132 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ കേവലം വെറും 288-ൽ 145 സീറ്റ് മതി ഭൂരിപക്ഷത്തിന്. എന്ന് പറഞ്ഞാൽ 13 സീറ്റ് കൂടി കൂടുതൽ മതി. ആ 13 സീറ്റ് ഈ പറയുന്ന ഏത് വിഭാഗത്തിൽ നിന്നും അടർത്തി മാറ്റാനായിട്ട് കൃത്യമായിട്ട് പറ്റും. കാരണം അതിൽ ശിവസേനക്കാണ്, അതായത് ഏക്നാഥ് ഷിൻഡേക്കാണ് 57 സീറ്റുകളുള്ളത്. കൂടാതെ 41 സീറ്റുകൾ ഉദ്ധവിനുണ്ട്. ഇതിലേത് വേണമെങ്കിലും പിളർത്തിക്കൊണ്ട് വളരെ ലളിതമായി വളരെ സിമ്പിളായിട്ട് BJPക്ക് ഭരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും നിലനിൽപ്പ് വലിയ വലിയ അപകടത്തിലാണ്. ഒരുപക്ഷെ നേരത്തെ നമ്മളൊക്കെ നിങ്ങൾക്ക് ബാൽ താക്കറെയൊക്കെ ഉള്ള കാലത്ത് ശിവസേന അവിടെ എത്രത്തോളം അപ്രമാദിത്വം ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നമുക്കറിയാം, എത്രത്തോളം വലിയ പാർട്ടിയായിരുന്നു എന്ന് നമുക്കറിയാം. അവരൊക്കെ ഇങ്ങനെ ഇല്ലാതാകുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണെന്നറിയാം. പക്ഷേ BJP എത്ര തന്ത്രപരമായാണ് ആദ്യം വളരെ ജൂനിയർ പാർട്ട്ണറായി നിൽക്കുകയും പിന്നീട് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും പിന്നെ അവരുടെ പാർട്ട്നേഴ്സിനെ തന്നെ പിളർത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇനി ഇത് കൂടാതെ ഈ അജിത് പവാറിൻ്റെ പാർട്ടികളിലും NCP ഈ പറയുന്ന അജിത് പവാറിൻ്റെ NCPയിലും അതുപോലെ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയിൽ പോലും MLAമാരടക്കമുള്ള ആളുകൾ BJP സ്പോൺസർ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 5 കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പാർട്ടികൾ ശിവസേനകളെല്ലാം തന്നെ ഇല്ലാതായേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ വളരെ ചെറിയ കേരള കോൺഗ്രസ് ഒക്കെ പോലെ ഇപ്പോൾ കോട്ടയത്ത് മാത്രം സ്വാധീനമുള്ള അല്ലെങ്കിൽ മലപ്പുറം പോലെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ചെറിയ പാർട്ടികളായി ഇവർ ഒതുങ്ങിപ്പോയേക്കാം. ഇതാണ് ഭരണപക്ഷത്തുള്ള സ്ഥിതി. ഇനി രണ്ടാമത്തെ സ്ഥിതി എന്താണ്? അടുത്ത സ്ഥിതി എന്ന് പറയുന്നത് നമുക്കറിയാം, തൊട്ടിപ്പുറത്തുള്ളത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവിടെ പിടിച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. 16 സീറ്റുകളെ ഉള്ളെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു പാർട്ടിയായി നിൽക്കും. പക്ഷേ മറ്റ് കക്ഷികൾ, ഒന്ന് ശിവസേനയാണുള്ളത്, ഉദ്ധവ് താക്കറയുടെ, അവിടെ 20 സീറ്റുകളുണ്ട്. അതുകൂടാതെ ഉള്ളത് NCP ആണ്. ശരത് പവാറിൻ്റെ NCP വെറും 10 സീറ്റുകളേ ഉള്ളൂ. ശരത് പവാറിന് ഇപ്പോൾ 83 വയസ്സായി, അദ്ദേഹത്തിൻ്റെ പ്രായമായിരിക്കുന്നു, കളികളൊന്നും ഫലിക്കാതായിരിക്കുന്നു. സുപ്രിയ സുലെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോൾ MP ആണ്. അവർ ഉറപ്പായിട്ടും MP ആയി തുടരും. പക്ഷേ ഈ പാർട്ടിയെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിയുമോ എന്നുള്ളത് വളരെ വളരെ വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോഴല്ല ഒരു ഫ്യൂച്ചറിലേക്കുള്ള ലോങ് ടൈം ബേസിസിൽ സംഭവിക്കാൻ പോകുന്നത്, ശിവസേനകളും കോൺഗ്രസും അതുപോലെ മറ്റ് പാർട്ടികളുമൊക്കെയായി ഒന്നിക്കുകയും ഒരുപക്ഷെ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വലിയൊരു ശക്തിയായി മഹാരാഷ്ട്രയിൽ ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, മഹാരാഷ്ട്രയിൽ പണമാണ് വലിയ പ്രശ്നം. പക്ഷെ അപ്പോൾ പോലും BJPക്കും പേടിക്കേണ്ടതുണ്ട്. കാരണം കർണാടകയിൽ BJP നമുക്കറിയാം, പലപ്പോഴും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു BJP അല്ല കർണാടകയിലുള്ളത്. ആ കർണാടകയിലുള്ളത് വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ഒരു കൂട്ടം നേതാക്കന്മാരാണ്. പലപ്പോഴും ജനതാദളിൽ നിന്ന് വന്നിട്ടുള്ള, കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള, SR ബൊമ്മയെ പോലെയുള്ള പല നേതാക്കന്മാരെയും കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് അവരുടെ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബോംബെയിൽ അത്രത്തോളം മോശമല്ലെങ്കിലും ഏതാണ്ട് അതേ അവസ്ഥ തന്നെ ബോംബെയിലുണ്ട്, കാരണം മഹാരാഷ്ട്രയിലുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ നിയന്ത്രിക്കുന്നത് വൻ സാമ്പത്തിക ശക്തികളാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബിസിനസ് ക്യാപിറ്റലാണ്. പണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഭീഷണികളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് സംഭവിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ നേതൃത്വത്തിൽ BJP ഒരു വലിയ കക്ഷിയായി മാറുകയും
വേണമെങ്കിൽ ഒരു അലയൻസ് പോലും ആവശ്യമില്ലാത്ത തരത്തിലേക്ക് BJP വളരുകയും അതേസമയം മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒന്നിച്ചെതിർക്കേണ്ടി വരികയും എതിർത്താൽ പോലും പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു വലിയ ശക്തിയായി BJP മാറുകയും ചെയ്യുന്നൊരു കാര്യം അവിടെ സംഭവിക്കാം. അത് ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ നേതൃത്വത്തിലായിരിക്കാം. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ക്ലെയിം കൂടി അവിടെ ഉന്നയിക്കാനുണ്ടാകും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് പ്രധാനമന്ത്രിയാകേണ്ട മറ്റ് ചില നേതാക്കന്മാർ കൂടി ഉണ്ടായിരുന്നു. അവരൊക്കെ പലരും അകാലത്തിൽ മരിച്ചുപോയവരാണ്. ഒന്ന് പ്രമോദ് മഹാജനാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു സ്വന്തം ട്രെഡ്മില്ലിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പെക്സൊക്കെ വെച്ച് കൂളേഴ്സൊക്കെ വെച്ചിട്ടുള്ള റൈബാൻ കൂളേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത് ഞാൻ 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുമെന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ വെടിയേറ്റ് മരിച്ചുപോയി. കൂടാതെ അദ്ദേഹത്തിൻ്റെ അളിയനായിരുന്ന ബ്രദറിലോ ആയിരുന്ന ഗോപിനാഥ് മുണ്ടെ എന്ന് പറയുന്ന വലിയൊരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളിപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട്. ആ ഗോപിനാഥ് മുണ്ടെ ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന അധികായൻ അവിടെ മുഖ്യമന്ത്രിയായി വീണിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് അമിത്ഷായ്ക്ക് കൂടി വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം ഒരു റേസ് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോദിക്ക് ശേഷം ആര് എന്നുള്ളതിൽ ഒരു പേര് കൂടിയായി ദേവേന്ദ്ര ഫഡ്നാവിസ് മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിൻ്റെ ചില സൂചനകൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നു. BJPയുടെ 2 പരസ്യങ്ങളിൽ അമിത്ഷായുടെ ഫോട്ടോ ഒഴിവാക്കപ്പെടുകയും എന്നാൽ ഏക്നാഥ് ഷിൻഡെയുടെ പരസ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മെൻറ്ററായിരുന്ന ഗുരുവിൻ്റെ അതേ വലിപ്പത്തോടു കൂടി അമിത്ഷായുടെ ഫോട്ടോകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയം വലിയ വഴിത്തിരിവിലേക്കാണ്.